നമുക്കിതൊരു തരിയുണ്ട കഴിച്ചാലോ? നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധനം വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അതിനുവേണ്ടി കുറച്ച് നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. മുന്തിരി എടുക്കുന്ന വീഡിയോ എന്തോ ഒരു പ്രശ്നം കാരണം റെക്കോർഡാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ പാനിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള റവ എടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു നൊക്ലാജിയ സാധനമല്ലേ, പണ്ടൊക്കെ എപ്പോഴും വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്ക് ആയിരുന്നു അല്ലേ ഇത്. ഇപ്പം അങ്ങനെ ആരും ഉണ്ടാക്കുന്നത് കാണലും ഇല്ല. ഇപ്പം എല്ലാവരും ബിസി ആയതുകൊണ്ടായിരിക്കും ഈ സ്നാക്സ് ഒന്നും വീട്ടിലുണ്ടാക്കാത്തത്. പിന്നെ ഓരോരുത്തരും ഓരോരോ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് അവരുടേതായ ഒരു സ്റ്റൈലായിരിക്കും. അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തരിയുണ്ട ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെതായ ഒരു രീതിയിലാണ് കേട്ടോ. വേറെ രീതിയിൽ ഉണ്ടാക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ തേങ്ങ ആണ് ഈ തരിയുണ്ടയിലെ പ്രധാന ഘടകം തന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ തരിയുണ്ടൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരാനുള്ള ചാൻസ്. നമ്മൾ ഈ പച്ചത്തേങ്ങ എന്നൊക്കെ പറയുമല്ലോ, ഈ പറിച്ചപാടുള്ള തേങ്ങയൊക്കെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തരിയുണ്ട വേറെ ലെവലായിരിക്കും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഗുഡൻസ്. ഈ തേങ്ങ വഴറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കരിഞ്ജീരകവും ഏലക്കായും വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര തന്നെ ഒരു വെള്ളത്തിലേക്ക് തിളപ്പിച്ചിട്ട് പഞ്ചസാര ഇട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഞാനിത് ഓവർ ഡ്രൈ ആയി പോകുന്നതിന് വെള്ളം കുടഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇത് വഴറ്റി വരുമ്പോൾ എനിക്ക് ഈ നെബാട്ടീൻ്റെ ഉള്ളിലുള്ള തീം പോലെയൊക്കെയാണ് തോന്നൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒന്ന് പാകമായി തോന്നുമ്പോൾ നമുക്ക് കുറച്ച് റവ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആക്കി വെച്ചില്ല, അതും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ട് ബോൾ പോലെ ആക്കിയെടുക്കാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ബോൾ പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഒരിക്കലും നമ്മൾ വെള്ളം മറന്നിട്ട് കുഴയ്ക്കാൻ പാടില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ റവ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, ഇങ്ങനെ ഒന്ന് അതിലൊന്ന് മുക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവേ. ഇത്രക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു തരിയുണ്ടാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.